യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സ്നേഹമുള്ളവരെ, അങ്ങനെ ആദ്യത്തെ ദിവസം ഞായറാഴ്ച പോയി ഒരു നേരം ഉപവാസം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒരു നേരം ഭക്ഷണം. രണ്ടാം ദിവസം ഇതുപോലെ ഭക്ഷണം. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ഒരു ജപമാല ചൊല്ലി, സന്തോഷത്തിൻ്റെ ജപമാലയിൽ ദുഃഖത്തിൻ്റെ ജപമാല ചെല്ലുമ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങിയത് ഞാൻ പ്രൊക്കേറ്ററൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഷെഡിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹാളിലേക്കൊന്നും കയറ്റി ധ്യാന കേന്ദ്രത്തിൽ കിടത്താതെ അച്ഛൻ വിചാരിച്ച് ഞങ്ങൾക്ക് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് ഈ അച്ഛന്മാരെ കാറ്റൊന്നും അടുപ്പിക്കാതെ നാട്ടുകാരോട് കിടത്തരുത്, അതുകൊണ്ട് സാധാ അച്ഛന്മാരോട് കിടത്തരുത്, പ്രൊക്കേറ്ററൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് പള്ളിമുറിയിൽ ഒരു മുറിയിൽ കിടത്തണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ധ്യാനകേന്ദ്രനോട് ചേർന്നുള്ള പള്ളിമുറിയിൽ സ്പെഷ്യലായിട്ടൊരു ബെഡൊക്കെ ഇട്ട് അങ്ങനെ തന്നു. ഒരു മുറി തന്നു. ഞങ്ങൾ രണ്ടുപേരും മുറിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാവോ? ഈ ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മുറിയിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിക്കുക, എന്നെ അറിയുവോ? അപ്പോൾ ഞാൻ കണ്ണു തുറന്നു. നല്ല സുബോധത്തോടെ കിടക്കുന്ന, കാരണം ഒരു കൊന്ത ചൊല്ലിക്കഴിഞ്ഞിട്ടാണല്ലോ. ശരിയാണോ? നിങ്ങൾ വൈകിട്ട് കൊന്ത ചെല്ലുമ്പോൾ ചിലപ്പോൾ സുബോധം കാണിയല്ല, കാരണം പല പണി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് ഓർക്കണം. അപ്പോൾ എന്തായാലും എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളതാണല്ലോ, പരിശുദ്ധാത്മാവിനെ കണ്ടാൽ നമ്മളെന്ത് പറയും? ഇതുവരെ നമുക്കറിയില്ല. ഹല്ലേലൂയ. ഇതുവരെ നമുക്ക് അറിവുണ്ടോ? ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അറിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയാണ്, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഒരു 7 അടി പൊക്കം മിച്ചമുള്ള ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഡിവൈൻ മേഴ്സി കർത്താവ് നിൽക്കുന്നത് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയാണ്, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് പറയാണ്, നീ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, അതിശക്തമായിട്ടൊരു പവർ ശരീരത്തിൽ വന്ന് കയറി. എന്നിട്ട് ആ പവറിൽ ഈ ബോള് ഗ്രൗണ്ടിൽ പൊങ്ങിച്ചാടുന്നത് പോലെ, ഫുട്ബോൾ പൊങ്ങിച്ചാടുന്നത് പോലെ കട്ടിലേക്ക് കടന്ന് കിടക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ പൊങ്ങിച്ചാടുകയാണ്. ഈ പൊങ്ങിച്ചാടുന്ന അവസരം പിടിച്ച് 2 സൈഡിലും ബലമായിട്ട് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിനക്ക് ഒരാളോട് ക്ഷമിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ നോക്കിയപ്പം ഒരു പൊക്കേറ്റാകുമ്പോൾ ഒത്തിരി പേർക്ക് ദേഷ്യം കാണുമായിരിക്കും അല്ലേ? ഇല്ലേ? ഹല്ലേലൂയ. അത് മാത്രമല്ല, പിന്നെ ഒരു ഇടവ് വികാരിയാകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക്, അധികം ആൾക്കാർക്കുണ്ടാകും. ഹല്ലേലൂയ. ഇനി കൂടുതൽ പള്ളി ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇതുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുമ്പം അനേകം ആൾക്കാർ വലിയൊരു ലിസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അതിൽ മെയിനായിട്ടുള്ള ഒരാളെ കാണിച്ചത് കൊണ്ട് അടുത്തിങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചു. അപ്പോൾ എന്നോട് പറയാണ് പരിശുദ്ധാത്മാവ്, നീ ചെന്നിട്ട് മുട്ടുകുത്തി ഇന്നും കൂടി ക്ഷമ ചോദിക്കണം. ഇത് ഞാനിപ്പം നിന്നെ കൊണ്ടു കാണിച്ച് നീ ക്ഷമ ചോദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. മുട്ടുകുത്തി നീ ക്ഷമ ചോദിക്കുന്നു പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് പറയും, ക്ഷമ പറയേണ്ടി വരും, ക്ഷമ പറയണം. ചിലപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയേണ്ടി വരും, ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോട് ക്ഷമ പറയേണ്ടി വരും. മുട്ടുകുത്തി ഇന്ന് നിങ്ങൾ ക്ഷമ ചോദിക്കുവോ? ഹല്ലേലൂയ. പറഞ്ഞേന്ന് ഹല്ലേലൂയ. അപ്പം ഞാൻ എന്തായാലും അനുസരിച്ചു. ആരാന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ ഇതനുസരിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചു. അങ്ങനെ ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട്, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടേ വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ, തരണമെന്നും എല്ലാം പറഞ്ഞോ? പരിശുദ്ധാത്മാവ് പറയാം, നീ എന്ത് ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞു. വീണ്ടും എന്നോട് പറയാം, ചോദിക്കുന്നു പറയാണ്. സ്നേഹമുള്ളവരെ, എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അപ്പോസ്തലന്മാരെ വിളിച്ചത്
നീ ബൈബിളിൽ വായിച്ചിട്ടില്ലേ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് പറഞ്ഞുതരാം, രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുകളെ ബഹിഷ്കരിക്കാൻ, വചനം പ്രഘോഷിക്കാൻ, ഈ കാര്യങ്ങൾ നീ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു വചനം പ്രഘോഷിക്കാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ് വചനം പ്രഘോഷിക്കാൻ അനുഗ്രഹിക്കുന്നു. അതുപോലെ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. സ്നേഹമുള്ളവരെ, ഞാൻ പറയാം ഒരു കാര്യം പറയാം, ഞാൻ ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പോകാറുള്ളൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിലും പൊക്രാറ്റുമാരെ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സാമ്പത്തിക ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഷപ്പ് ഹൗസിലെ പ്രൊക്കേറ്റർമാർ പിന്നീട് പുറത്തിറങ്ങിയാലും പോകാറുണ്ടോ? ആരും പോകാറില്ല. മുമ്പും പോകുന്നത് കണ്ടിട്ടില്ല, പിന്നീടും പോകുന്നത് കണ്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ പോകാനില്ല. എന്നോട് ബിഷപ്പ് ഹൗസിലൊക്കെ ഇരിക്കും, വേണമെങ്കിൽ എനിക്ക് പോയി ഇങ്ങനെ പ്രസംഗിക്കാൻ പോകാം, അതുപോലെ കുർബാനയ്ക്കൊക്കെ പോയി സഹായിക്കാം. അപ്പം ഞാൻ പറയും സാധാരണ എനിക്ക് ഭയങ്കര ജോലിയാണെന്ന് പറയും, എനിക്ക് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകാറില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ് നീ വചനം പ്രഘോഷിക്കാൻ ചോദിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. 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 അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ റേനിയേച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നീടുള്ള നാളുകളിൽ ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് ഹല്ലേലൂയ ആര് വിളിച്ചാലും ഏത് വേദിയിലും വചനം പറയാനായിട്ട് പോകാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വലതുകരം ഉയർത്തി 2 ഹല്ലേലൂയ പറഞ്ഞ് എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ദൈവവചനം പ്രഘോഷിക്കാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ എളിമയോടുകൂടി ഞാനൊന്ന് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു 1.5 മണിക്കൂർ നേരം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കുളിച്ച് ഞാൻ അവിടെ കുർബാനയിൽ ചെല്ലുകയാണ്. അപ്പോൾ ഈ കുർബാനയുടെ സമയത്ത് സർവാധിപനാം പാടുന്ന സമയത്ത് എല്ലാവരും തലകുനിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് അടുത്തു വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത് വന്നപ്പോൾ നമുക്കറിയാം, കണ്ണടച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ നിന്നാൽ അറിയുമോ? നമ്മൾ അറിയില്ലേ? നമ്മുടെ അടുത്തൊരാൾ, നമ്മൾ കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ ശരി, നമ്മുടെ അടുത്ത് ഒരാൾ നിന്നാൽ അറിയുമോ? നമ്മൾ ഇല്ലേ, അറിയില്ലേ? ഇതുപോലെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചെവി പറയുകയാണ്, ഈ സമൂഹത്തിൽ ക്യാൻസർ രോഗിയായിട്ടൊരു അച്ഛനുണ്ട്, അച്ഛന്മാരെ ധ്യാനോ, ക്യാൻസർ രോഗിയായിട്ടൊരു അച്ഛനുണ്ട്, അതുകൊണ്ട് ആ അച്ഛന് വേണ്ടി കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും തലകുനിച്ചിരിക്കുമ്പോൾ ഞാൻ കൈ ഉയർത്തിപ്പിടിക്കുമോ? ഹല്ലേലൂയ. നിങ്ങളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാം. കാരണം എന്നാണെന്നറിയാമോ? അന്ന് സ്വർഗസ്നായുതായി ജലിച്ച ബിനോയി അച്ഛനെ എല്ലാവരും കരങ്ങൾ ഉയർത്തി പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ സർവാധിപനാം വരുന്ന സമയത്ത് ഞാൻ മാത്രം കൈ ഉയർത്തി പിടിച്ച് എന്താ ഓർക്കും? ഞാൻ ഉറങ്ങിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിക്കും, ബാക്കിയുള്ള തല കുനിച്ചിരിക്കുമ്പോൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇങ്ങനെ പൊക്കിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാം, കൈ പൊക്കി പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞു ഞാൻ ചോദിച്ചു ദേഷ്യത്തിൽ. അപ്പം ഞാൻ കൈ പൊക്കാം, സോറി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കൈ പൊക്കി പിടിച്ചു. പൊക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ പിടിച്ചാൽ, ഇങ്ങനെ നിൽക്കുന്ന ആൾ ഇങ്ങനെ പിടിച്ചാൽ കൈ പൊക്കിയില്ലേ? ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും, അച്ഛനെയൊക്കെ എനിക്ക് കാണിച്ചു തന്നു പരിശുദ്ധാത്മാവ്. അത് ഒരു പ്രഗത്ഭനായ ഒരു അച്ഛനാണ്, ഒരു സെമിനാരി റക്ടറൊക്കെ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു VG ആണ്, ഇപ്പോൾ ഒരു വലിയ കോളേജിൻ്റെ ഒരു മാനേജറാണ്, അങ്ങനെ എല്ലാ ലെവലിലുള്ള അച്ഛനാണ് ഇപ്പം. ആ സമയത്തും അങ്ങനെ വലിയ ഫേമസ് ആയിട്ട് അച്ഛൻ. ഈ അച്ഛനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു, അച്ഛന് വേണ്ടി കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിക്കുക. അച്ഛനിൽ നിന്നും ക്യാൻസർ രോഗാണുക്കൾ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും യേശു നാമത്തിൽ വിട്ടുപോകാൻ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യേശു നാമത്തിൽ അച്ഛൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് ശക്തി കൊണ്ട് നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയാം, അച്ഛനോട് എന്ന് പറയാൻ പറഞ്ഞു, ക്യാൻസർ രോഗം സൗഖ്യമായി എന്ന് കുർബാന കഴിയുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചത് പോരാ, ഇനി പറയാനോട് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടോ? ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ അച്ഛനെ ഇങ്ങനെ കുർബാന കഴിഞ്ഞ്, ഞാൻ ഒരിക്കലും സംസാരിച്ചില്ല അച്ഛനോട്. കുർബാന കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ പോകുന്നു കണ്ടപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട്, അച്ഛൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി പോവുക, പുറകെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തിരിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, അച്ഛൻ്റെ ക്യാൻസർ രോഗം പരിശുദ്ധാത്മാവ് മാറ്റി. അപ്പോൾ ആരാ എന്നൊക്കെ എന്നോട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. പറയാനല്ലേ പറഞ്ഞോളൂ, ബാക്കി കാര്യം പറയാൻ പറഞ്ഞോ? ഹല്ലേലൂയ. ആരാന്ന് പറയാൻ പറഞ്ഞോ? ഇല്ല. അപ്പം ഞാനത് മിണ്ടാന്ന് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ആ രാത്രി പറഞ്ഞത് എന്താ? രോഗികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കും, അവരെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് അത് എനിക്ക് അന്ന് തന്നെ ഇത് ബോധ്യമാക്കി തന്നു. എൻ്റെ ഇടവകയിൽ ഞാൻ
ഇപ്പോഴത്തെ ഇടവകയിൽ ഞാൻ 4.5 വർഷമായി വികാരിയായിട്ട് ചെന്നിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ഫാമിലി അവിടെയുണ്ട്. വല്യപ്പന്മാർ, ചേട്ടനിമാർ, മക്കളാണ്. ഇവരുടെ കുടുംബയോഗത്തിൽ ഈ അച്ഛൻ വരാറുണ്ടായിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു. എന്നാൽ ഈ ക്യാൻസർ രോഗം വന്നതിന് ശേഷം അച്ഛൻ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് പിന്നീട് ഒന്നിനും വരാതെ ആരെയും കാണാൻ പോലും കൂട്ടാക്കാതെ ഇരുന്നു എന്ന് ഇവർ പറയുകയാണ്. എന്നാൽ 2009 ഡിസംബറിൽ നടത്തപ്പെടുന്ന ഈ ധ്യാനത്തിൽ വെച്ച് പ്രത്യേകമായൊരു സൗഖ്യം കിട്ടിയെന്ന് അവർ എന്നോട് പറയാം. അതിനുശേഷം അച്ഛൻ വളരെ ഹാപ്പിയാണ്. ഇപ്പം എല്ലാ കുടുംബ സമ്മേളനത്തിലും കുടുംബയോഗങ്ങളിലും അച്ഛൻ വന്ന് പങ്കെടുക്കുന്നുണ്ടോ എന്ന് അവർ പറയാം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നൽകപ്പെടുന്ന വാഗ്ദാനങ്ങൾ പരിശുദ്ധാത്മാവ് തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആ ദിവസം ഞാൻ ഇതെല്ലാം കുർബാന കഴിഞ്ഞ് ഈ റെനിയച്ചനോട് വന്നു, ഇങ്ങനെ പരിശുദ്ധാത്മാവ് വ്യക്തിയായിട്ട് എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിയായിട്ട് വന്നപ്പോൾ റെനിയച്ച് എന്താ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ സംഗീതത്തിൽ പോയി റെനിയേജ് വട്ടായിച്ചനും ബിനോയിച്ചനും ഉണ്ട്, അവരോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ആ ദിവസം സ്നേഹമുള്ളവരെ ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥന. പക്ഷെ വൈകുന്നേരം ആയപ്പം നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു സംശയം എനിക്കും ഉണ്ടായി. ഹല്ലേലൂയ. ആ സംശയം എന്നാണെന്നറിയാമോ? ആ സംശയം മറ്റൊന്നുമല്ല. നമുക്കറിയാം, എനിക്ക് പരിശുദ്ധാത്മാവിനെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായില്ല. എന്താ? ഭാഷാവരം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഭാഷാവരം? ഹല്ലേലൂയ. ആരെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇങ്ങനെ വേറെ ഭാഷയിൽ ഇങ്ങനെ ഒച്ച എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഹല്ലേലൂയ. നിങ്ങളൊന്ന് പറഞ്ഞേ. എൻ്റെ ഇടവകയിൽ സെയ്യോൻ ധ്യാന കേന്ദ്രം തുടങ്ങുന്നതിന് മുമ്പ് പാലക്കാട് അഭിഷേകം കൊണ്ട് ഒരു അച്ഛനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട 2 പേര് എൻ്റെ ഇടവക്കാരാ. ഹല്ലേലൂയ. 2 പേര് എൻ്റെ ഇടവക്കാരാ. ഇവർ അഭിഷേകമുള്ളൊരു അച്ഛനെ പാലക്കാട് തരണം, ഒരു ധ്യാനകേന്ദ്രം ഇവിടെ ഉണ്ടാകണം, അഭിഷേകമുള്ള ശുശ്രൂഷകൾ പാലക്കാട് നിന്ന് ഉയരണമെന്നും പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട 2 പേര് എൻ്റെ ഇടവക്കാരാ. ഇവർ പള്ളി പ്രാർത്ഥിക്കാൻ വന്നാൽ, കുമ്പസാരിക്കാൻ വന്നാൽ ഇവരെന്ത് ചെയ്യുമെന്നറിയാവോ? ഭാഷാവരത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം കയറും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിക്കാൻ വന്നതാണെങ്കിൽ നിങ്ങൾ കുമ്പസാരിച്ചിട്ട് പോയി, വേറെ ഒച്ചയൊന്നും വെക്കണ്ടെന്ന് പറയും. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് അത്രേ ഉള്ളൂ, ഭാഷാവരത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും അത്രമാത്രമേ ഉള്ളൂ. അങ്ങനെ ഭാഷാവരത്തെ അറിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സ്വാഭാവികമായൊരു സംശയം കയറുകയാണ്. പരിശുദ്ധാത്മാവിനെ ഇഷ്ടമാണ്, പക്ഷേ ഭാഷാവരം ഇഷ്ടമല്ല എന്ന് ആ രാത്രി തോന്നുകയാണ്. അതുകൊണ്ട് ശക്തമായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നുമില്ല. അപ്പം ഞാനിങ്ങനെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കിതിനെക്കുറിച്ച് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ലതും പിടുത്തം കിട്ടിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഭാഷാവരത്തെക്കുറിച്ചും അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും എല്ലാം കേട്ടിട്ടുണ്ടോ? ദാനങ്ങളെക്കുറിച്ച്, വരദാനങ്ങളെക്കുറിച്ചൊക്കെ വല്ല അറിവുണ്ടോ? സ്നേഹമുള്ളവരെ, ഇങ്ങനെ വരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ദിവസം എനിക്കൊന്നും മനസ്സിലായില്ല. ആ രാത്രിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഒന്ന് വെളിപ്പെടുത്തി തരും, എനിക്കൊന്നും മനസ്സിലാകുന്നെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജപമാല കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് വന്നു. ശക്തമായിട്ട് എൻ്റെ തല മാത്രം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ പൊട്ടബുദ്ധി കൊണ്ട് നീ എൻ്റെ വരത്തെ സംശയിച്ചു. തുടർന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്, നീ ബൈബിൾ വായിച്ചിട്ടില്ല എന്ന് ചോദിച്ചു. ഓർന്നോസുകാർ കഴിയ 1-ാം ലേഖനത്തിൽ 12, 13, 14 അധ്യായങ്ങളെടുത്ത് നീ വായിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിലൂടെയുള്ള സ്നേഹത്തെക്കുറിച്ചും ആധ്യാത്മികമായ ഉത്കൃഷ്ടമായ ദാനങ്ങളെക്കുറിച്ചും നിനക്ക് മനസ്സിലാകുമെന്ന് എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ഞാൻ സോറി പറഞ്ഞു പരിശുദ്ധാത്മാവോട്. സോറി പറഞ്ഞപ്പം എൻ്റെ ഷെയ്ക്കൊക്കെ നിന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ ഒരു വചനത്തിൻ്റെ വരങ്ങളുടെ ഒരു ആ കെട്ട് അഴിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വലതുകേരം ഒന്ന് നിർത്തിക്കുക, 2 ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക്. അപ്പോൾ ഈ വരദാനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം എനിക്ക് തരികയാണ്. ഹല്ലേലൂയ. തുടർന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഈ കരങ്ങൾ മാത്രം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അതിശക്തമായിട്ട് ഷെയ്ക്ക് ചെയ്ത് പറഞ്ഞു, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പിന്നീടുള്ള ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളും അനേകം കുടുംബങ്ങളിലും വ്യക്തികളുടെ ജീവിതത്തിൽ എനിക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. പിന്നെ കാറ്റ് മാത്രം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്, നീ എൻ്റെ സ്വാന്തനം മറ്റുള്ളവർക്ക്, ദുഃഖിക്കുന്നവർക്ക് നൽകണമെന്ന് പറയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വാന്തനം നീ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ പ്രത്യേകമായിട്ട് അങ്ങോട്ട് ഒരുക്കി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കാല് മാത്രം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ വചനം പ്രഘോഷിക്കാൻ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് പുതിയ പുതിയ അഭിഷേകങ്ങൾ, പുതിയ പുതിയ കൃപകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലൂടെ വർഷിക്കുന്നു എന്ന് ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വർഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ഒരു ബോധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്ന, ആഗ്രഹിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, അങ്ങനെയുള്ള വ്യക്തികളുടെ കുടുംബത്തിൽ ആര് നിറയും? പരിശുദ്ധാത്മാവ് നിറയും. ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്നും ഗാസയിലേക്കുള്ള വഴിയിലേക്ക് പോകാൻ ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയാം, നീ ഇവിടുന്ന് ഏറ്റ് തെക്കോട്ട് നടന്ന് ഗാസയിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് പറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാവോ? എത്യോപ്യൻ രാജ്ഞി കന്താക്കയുടെ ഭണ്ഡാര വിജൂരിപ്പുകാരനായ ഷണ്ടൻ അതിലെ കടന്നു വരും. അവൻ ജെറുസലേമിൽ ആരാധിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി അവൻ അതിലെ പോകുമ്പോൾ, രഥത്തിൽ പോകുമ്പോൾ അവനിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറയാം, നീ എഴുന്നേറ്റ് നടക്കാൻ പറയുകയാണ്. ഒരു വ്യക്തി ഇടപെടുന്ന പോലെ പരിശുദ്ധാത്മാവ് ഇടപെടുക. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഷണ്ടൻ രഥത്തിൽ വരുമ്പോൾ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് വരിക. രഥത്തിൻ്റെ ഒപ്പം ഓടാൻ പറയുകയാണ്. രഥത്തിൻ്റെ ഒപ്പം ഓടി ഷണ്ടൻ്റെ ഒപ്പം നടന്നുകൊണ്ട്, നീ എന്താ വായിക്കുന്നതെന്ന് ചോദിച്ചു. നീ എന്താ വായിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പീഡാസഹനത്തെക്കുറിച്ചും യേശയ്യാ പറഞ്ഞ പ്രബോധനങ്ങൾ മുഴുവനും വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് ഷണ്ടനെ നിറഞ്ഞ് അവൻ പറയും, എനിക്ക് മാമോദീസ മുങ്ങണം, എനിക്ക് പരിശുദ്ധാത്മാവ് നിറയണം, എനിക്ക് യേശു ക്രിസ്തുവിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാമോദീസ മുങ്ങി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നമ്മുടെ കൂട്ടുകാർ ഇടപെടുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ ഇടവകയിൽ ഞാൻ ഒരു ദിവസം കുർബാനയ്ക്ക് കയറാനായിട്ട് കാപ്പയെല്ലാം ഇട്ട് സങ്കീർത്തിയിൽ നിന്നും പള്ളിയിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് കാപ്പയെ പിടിച്ച് ഒരാൾ പിടിച്ച് വലിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേട്ടൻ പറയാണ്, ഇന്ന് 2 കിലോയുടെ ഒരു പ്രശ്നം കൊണ്ടച്ച മകൻ്റെ ജീവിതത്തിൽ. എന്തുകൊണ്ടെന്നാ പറഞ്ഞത്? 2 കിലോയുടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്നൊന്ന് പറയൂ, എന്താണെന്ന് ഈ പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മകൻ ഇന്നൊരു ഇൻ്റർവ്യൂ ബോംബെയിൽ വെച്ചുണ്ട്, 2 കിലോ തൂക്കം കുറവുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 50 അത്രയും പറഞ്ഞു വെച്ചു. അപ്പോൾ 2 കിലോ തൂക്കം കുറവുണ്ടെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, 2 കിലോ തൂക്കം ഒറ്റയടിക്ക് അച്ഛനാക്കി കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അപ്പം ഞാൻ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാം, ഈ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ച് പറയാണ്, ഇന്ന് ബോംബെയിൽ വെച്ച് ഈ ചേട്ടൻ്റെ മകൻ 10-20 ലക്ഷം രൂപയോളം മുടക്കി മറൈൻ ഡിപ്ലോമ കോഴ്സ് പഠിച്ച് അന്ന് സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് ഇവൻ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവന് ജോലി കിട്ടുന്നില്ല. പല കമ്പനികളിലും, ഷിപ്പിംഗ് കമ്പനികളിലും ഇവൻ ജോലിക്ക് അയച്ചു. അവസാനം ഒരു ജർമ്മൻ കമ്പനിയിൽ ഇവന് ജോലിക്ക് വേണ്ടി വിളിച്ചു. എൻ്റെ റെസ്യൂംസ് എല്ലാം കൊടുത്ത് ഇഷ്ടപ്പെട്ടു. ഫോണിലൂടെ വിളിച്ച് ഇൻ്റർവ്യൂസൊക്കെ നടത്തി, അത് ഇഷ്ടപ്പെട്ടു. ഫിസിക്കൽ വെരിഫിക്കേഷനും ആ ഇൻ്റർവ്യൂവും നടത്തുന്നത് ബോംബെയിൽ വെച്ച് അന്ന് വൈകുന്നേരം 8 മണിക്ക് നടത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പം നോക്കുമ്പോൾ ഇവൻ 50 കിലോ തൂക്കം വേണം. നിയമം അനുസരിച്ചിട്ട് ഇവൻ എത്ര കിലോ ഉണ്ട്? 48 കിലോ തൂക്കമുള്ളൂ. അപ്പോൾ 2 കിലോ തൂക്കത്തിൻ്റെ കുറവാണ് ഈ ചേട്ടൻ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, പള്ളിയിലെന്നും എൻ്റെ ഈ പള്ളിയിലെന്നും ആരാധനയുണ്ടല്ലോ, ഈ ആരാധനയിൽ ഇന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവരോട് പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ പള്ളിയിലൊന്ന് വന്ന് ഈശോയുടെ അടുത്ത് വന്നൊന്ന് പറഞ്ഞിട്ട് പോകണം പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം എന്തായാലും വൈകുന്നേരം ഈ ബോംബെ എന്നൊരു ഫോൺ വിളി വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക. 2 കിലോ തൂക്കം. ഞാനൊരു കാര്യം ചോദിച്ചു, ഇവൻ കൃഷകാത്രനായിട്ട് വടി പോലെ ഇരിക്കുന്നൊരു പയ്യൻ, 2 കിലോ, ഇവനോട് 10 പൊറോട്ടയും 1 കിലോ ബീഫും കൂടി തിന്നാൻ പറയാൻ പറ്റുമോ? ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാ, പറ്റുമോ? ഇവന് പറ്റില്ല. ഇനി 2 കിലോ തൂക്കം അല്ല, കട്ടിത്താശും എല്ലാം ഇങ്ങനെ വെക്കാൻ പറ്റുമോ? പോക്കറ്റിൽ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാനാണെങ്കിൽ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ തെക്ക് കോട്ടയം ജില്ലയിൽപ്പെട്ട ആൾക്കാരായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സെമിനാരിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റിസൾട്ടൊക്കെ കാത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിലെ റബ്ബർ തടിയെല്ലാം വെട്ടി
അത് ചേട്ടനാണ് വെട്ടി വിൽക്കുന്നത്, പെരുമ്പാവൂർ കൊണ്ടൊന്ന് വിൽക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടനോട് ചോദിച്ചു, വിൽക്കാൻ പോകുമ്പോൾ ഈ പ്രദേശമൊന്നും കണ്ടിട്ട് പോലും ഇല്ല, ഭാരതപ്പുഴയ്ക്ക് ഇപ്പുറത്തോടെ കണ്ടിട്ടില്ല, അവിടെയോ പോലും കണ്ടിട്ടില്ല ശരിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ലോറിയെ വന്നോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ലോറിയെ ഇരിക്കാനൊന്നും ഇടയില്ല, നീ വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ, അമ്മയെ ചട്ടം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ ഒന്ന് കയറ്റി വിടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവസാനം എന്നോട് പറയുകയാണ് ഈ ഡ്രൈവർ സീറ്റിൻ്റെ പുറകിൽ ഇങ്ങനെ കെർവ് ചെയ്ത് 12 തൊട്ട് AC ലോറിയാണ്, അപ്പോൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു കെർവ് പോലെ ഒരു സ്ഥലമുണ്ട് ഈ അകത്തെ കാബിൻ്റെ അകത്ത് ഫുൾ ലെങ്തിലുള്ള. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ നീ കയറി കിടക്കാനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു കിടന്നായാലും വേണ്ടിയില്ല, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ കിടന്നാലും നമുക്കറിയാമല്ലോ, ഇങ്ങനെ കിടന്നിട്ട് നോക്കാമല്ലോ, വല്ല വണ്ടിയൊക്കെ പോകുന്ന വഴിയൊക്കെ കാണാമല്ലോ. അങ്ങനെ കിടന്നിങ്ങനെ നോക്കി വരികയാണ്. അങ്ങനെ പെരുമ്പാവൂർ വന്നു. പെരുമ്പാവൂർ വന്ന ഇവർ വിലയെല്ലാം ഉറപ്പിച്ചു. പിടിച്ച് കയറിയ സമയത്ത് എന്താണെന്നറിയാവോ, ലോറി തൂക്കുന്ന സമയത്ത് ഞാൻ കൊച്ചല്ലേ, അപ്പം ഞാനിങ്ങനെ മാറി അപ്പുറത്തൊക്കെ മാറി നിൽക്കുക. ഈ ഓഫീസിലേക്കൊക്കെ നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മാറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം കണ്ടു. ഈ വേറെ ലോറിയെ വന്ന ആൾക്കാർ തൂക്കുന്ന സമയത്ത് ഈ ഉറപ്പിച്ചവരും കച്ചവടം ഉറപ്പിച്ചവരും എടുക്കുന്നവരെല്ലാം പിടിച്ചിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ മറുവശത്ത്, ലോറിയുടെ മറുവശത്ത് ഈ വണ്ടിയെ വന്നവരും പരിചയക്കാരെല്ലാം കൂടി കയറാൻ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ 2-3 പേര് തൂങ്ങിക്കിടന്നാൽ മിനിമം ഒരു 70 കിലോ വെച്ച് നോക്കി എത്രയായി? 200 കിലോ മാറി കിട്ടുമോ? അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ ചിലർ കന്നാസ് വെള്ളം കയറ്റി വെക്കുന്നു, അവിടെ കിടക്കുന്ന കല്ലുകളൊക്കെ എല്ലാം കയറ്റി വെച്ചിട്ട് തൂക്കിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ ഇവൻ്റെ പോക്കറ്റിൽ മടിയിൽ എവിടെയാലും ഒരു 2 കിലോ കട്ടി വെക്കാൻ പറ്റുമോ? വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവർ എന്താ സംഭവിക്കുന്നറിയാവോ, ഈ ഫിസിക്കൽ വെരിഫിക്കേഷനാണ്, മൊത്തം നോക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരൻ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകണം, പരിശുദ്ധാത്മാവ് ഇടപെടണം. അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ വൈകിട്ട് ഒരു 9:30 ആയപ്പോൾ ബോംബെയിൽ നിന്ന് ഫോൺ വിളിച്ചു. ഇവൻ പറയാണ് അച്ഛാ പരീക്ഷയിൽ പാസ്സായി. ഹല്ലേലൂയ. അപ്പം എനിക്കറിയേണ്ടത് പാസ്സാവും നമുക്കറിയാം, പക്ഷേ എങ്ങനെ പാസ്സായി എന്ന് അറിയേണ്ടത്. അപ്പോൾ ഇവൻ എന്നോട് പറയാണ് പെട്ടിത്രാശ കയറി നിർത്തി, പെട്ടിത്രാശ സായിപ്പ് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലാണ് നമുക്ക് വല്ല കൈക്കൂലി കൊടുക്കാം, ശരിയാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാശോ എന്തെങ്കിലും പറഞ്ഞ് ആരെ കൊണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞ് റെക്കമെൻഡേഷൻ ചെയ്യിക്കാം. ഈ സായിപ്പിൻ്റെ അടുത്ത് പണി നടക്കില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് എനിക്ക് അറിയേണ്ടത് എങ്ങനെ ഇത് ഇടപെട്ടു. അപ്പോൾ ഇവൻ എന്നോട് പറയാം കയറി നിൽക്കാൻ പറഞ്ഞ് കയറി നിർന്നു. ഇവനെ മൊത്തം ഒന്ന് പരിശോധിച്ചിട്ട് കയറ്റി നിർത്തി. നോക്കി വന്നപ്പം 48 കിലോ തന്നെ. ഹല്ലേലൂയ. 48 കിലോ തന്നെ. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നീ പാസ്സായി, നീ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ പറയുകയാണ് ഈ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ സായിപ്പ് ഇവിടെ കസര വന്നിരുന്നു, ഇവനെ വിളിച്ചിരുത്തി. എന്നിട്ട് ഇവൻ്റെ ഫയൽ ഇങ്ങനെ മറിച്ചും തിരിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് അവൻ്റെ മുഖത്തോട് നോക്കും, വീണ്ടും ഇങ്ങനെ തിരിച്ചു മറിച്ചുകൊണ്ട് ഇവൻ്റെ മുഖത്തോട് നോക്കും. ഏതാണ്ട് ഒരു 5-8 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞാടാ നിനക്ക് 42 കിലോയുടെ പ്രശ്നമുണ്ട്, അത് ഞാൻ 48 എന്നുള്ളതിന് ഇവിടെ 50 എന്ന് എഴുതിയേക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 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 തൂക്കം കൂടിയോ? തൂക്കം കൂടിയോ? പരീക്ഷയിൽ വിജയിച്ചോ? ആ ഇൻ്റർവ്യൂ പാസ്സായോ? ഇൻ്റർവ്യൂ പാസ്സായി. ആരെവിടെ വിട്ടു? പരിശുദ്ധാത്മാവ് അവിടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ഇടപെടുന്നത് പോലെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ സ്നേഹമുള്ളവരെ ഇന്ന് അവൻ ഷിപ്പിൽ പോയ 1.25 ലക്ഷം രൂപ മിച്ചം ശമ്പളം മേടിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ ഈ ജർമ്മൻകാരുടെ ഷിപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.